എല്ലാ മകരക്കൂറുകാർക്കും 1202 വർഷഫലത്തിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വിദ്യാർത്ഥികളുടെ പഠനം, ജോലി, ബിസിനസ്, സമ്പത്ത്, വസ്തു, കുടുംബം, ആരോഗ്യം, പൊതുവായ ഗുണദോഷങ്ങൾ, പരിഹാരങ്ങൾ, ഈ രീതിയിലാണ് വീഡിയോയിൽ വിഷയങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായും കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായിട്ട് നൽകുക. മകരക്കൂറുകാർക്ക് വിദ്യാഭ്യാസത്തിന് അനുകൂലമായിട്ടുള്ള വർഷം തന്നെയാണ്. വിദേശത്ത് നഴ്സിംഗ്, സൈക്കോളജി, മെഡിക്കൽ സംബന്ധമായ വിഷയങ്ങൾ, ബിസിനസ് സംബന്ധമായ വിഷയങ്ങൾ, കമ്പ്യൂട്ടർ, എഡിറ്റിംഗ്, ഡിസൈനിങ്, സെയിൽസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, ഇവയ്ക്കൊക്കെ വിദേശത്ത് പോയി പഠിക്കാനുള്ള അവസരങ്ങളോ സാഹചര്യങ്ങളോ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അനുകൂലമാണ്, മുന്നോട്ട് പോകാവുന്നതാണ്. ജോലി സംബന്ധമായ വിഷയങ്ങളിൽ മകരക്കൂറുകാർ അല്പം കഠിനമായി അധ്വാനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും ജ്വല്ലറി, സിൽക്സ്, കലാപരമായിട്ടുള്ള മേഖലകൾ, ഈ മേഖലകളിലൊക്കെ കർമ്മം അനുഷ്ഠിക്കുന്ന മകരക്കൂറുകാർ അല്പം കഠിനാധ്വാനത്തോടുകൂടി പരിശ്രമിക്കേണ്ടതായിട്ട് ആവശ്യം കാണുന്നു. അതുപോലെ തന്നെ കച്ചവടം, ഫാമിംഗ്, ഭക്ഷണവുമായി ബന്ധപ്പെട്ട മറ്റു തൊഴിലുകൾ, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ഷിപ്പ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇവയിലൊക്കെ ജോലി ചെയ്യുന്ന മകരക്കൂറുകാർക്ക് ജോലിയിൽ അല്പം ചില പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ബിസിനസ് സംബന്ധമായ വിഷയങ്ങളിൽ മകരക്കൂറുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വർഷം തന്നെയാണ്. നിങ്ങൾ ദീർഘകാലമായിട്ട് വിപുലീകരിക്കണം എന്ന് ആഗ്രഹിച്ച ബിസിനസ്സുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ആരംഭിക്കണം എന്ന് ആഗ്രഹിച്ച ബിസിനസ്സുകൾ, അവ തുടങ്ങുവാൻ അനുകൂല സാഹചര്യങ്ങൾ വരും എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും ഭക്ഷണ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ബിസിനസ്സുകൾ, ഫാമിംഗ്, ഡയറി, അതുപോലെ തന്നെ മുട്ട വളർത്തൽ, കോഴി വളർത്തൽ, അതുപോലെ കൃഷി സംബന്ധമായിട്ടുള്ള മറ്റ് തൊഴിലുകൾ, ഹോട്ടൽ, ഡയറിയായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകൾ, ഇവയൊക്കെ ചെറിയ രീതിയിലെങ്കിലും തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. സാമ്പത്തികമായിട്ട് അല്പം ചില ഉയർച്ച താഴ്ചകൾ മകരക്കൂറുകാർക്ക് വരുവാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു സുരക്ഷിതത്വത്തിന് നല്ല ഒരു നിക്ഷേപം ബാക്കപ്പായിട്ട് കരുതി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഭൂമിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വസ്തുവുമായി ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും കടബാധ്യതകളോ അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുവാൻ കടം എടുക്കേണ്ടി വരുന്ന അവസ്ഥയോ ഉണ്ടാകാം. തന്മൂലം ഇപ്പോൾ കാര്യം സാധിക്കും എങ്കിലും ആ ബാധ്യത നമ്മളെ ഭാവിയിൽ ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നിരീക്ഷിച്ച് വിലയിരുത്തി വേണം നമ്മൾ കടബാധ്യതകൾ ഏറ്റെടുത്തുകൊണ്ട് വസ്തുവകകൾ വാങ്ങുവാൻ. കുടുംബത്തിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം നടക്കുക, സന്താന ഭാഗ്യം, സന്താനം ഉള്ളവർക്ക് സന്താനങ്ങളിലൂടെ അഭിവൃദ്ധി ഒക്കെ കുടുംബത്തിന്റെ ഫലമായിട്ട് പറയാവുന്നതാണ്. പ്രത്യേകിച്ചും പ്രണയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിവാഹത്തിലേക്ക് കലാശിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നു. ആരോഗ്യത്തിന്റെ വിഷയത്തിൽ മകരക്കൂറുകാർ ഈ വർഷം പൊതുവെ അനുഗ്രഹീതരായിട്ട് തന്നെയാണ് കാണുന്നത്. ഏറെക്കുറെ നല്ല രീതിയിലുള്ള സമയം തന്നെയാണ് ആരോഗ്യത്തിന്. നിങ്ങളുടെ ആരോഗ്യം നല്ല രീതിയിൽ സൂക്ഷിക്കുവാൻ വേണ്ട ദിനചര്യകളും ആഹാരക്രമങ്ങളും ഭക്ഷണക്രമങ്ങളും ഒക്കെ ചിട്ടയോടുകൂടി പുലർത്തി മുന്നോട്ട് പോകുന്നത് അഭികാമ്യമാണ്. പൊതുവായി ആരോഗ്യം, ജോലി എന്നീ വിഷയങ്ങളിൽ മകരക്കൂറുകാർക്ക് വളരെയധികം ഗുണഫലങ്ങളും അതുപോലെ ബിസിനസ്സിലും ഗുണഫലങ്ങൾ ഉണ്ടാകും. എന്നാൽ സാമ്പത്തികം, വസ്തു, ഭൂമി മുതലായ വിഷയങ്ങൾ നമ്മൾക്ക് ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാം. പരിഹാരമായിട്ട് തീർച്ചയായിട്ടും ഭദ്രകാളിക്ക് കടുംപായസം, ഭദ്രകാളി ക്ഷേത്ര ദർശനം, നിങ്ങളുടെ കുടുംബക്ഷേത്ര ദർശനം മുതലായവ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ല ഒരു വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.